ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം. സൈനിക ക്ഷേമ വകുപ്പിൽ പിൻവാതിൽ നിയമനങ്ങൾ നടക്കുന്നതായി ഭാരതീയ ജവാൻ കിസാൻ പാർട്ടി സ്ഥാപക പ്രസിഡന്റും മുൻ ജില്ലാ സൈനിക ക്ഷേമ ഓഫീസറുമായ രാമേന്ദ്രൻ ഭാവരേരി. സൈനിക ക്ഷേമ വകുപ്പിലെ ഒരു ഡയറക്ടർ, 14 അസിസ്റ്റന്റ് ഡയറക്ടർമാർ, ജില്ലാ സൈനിക ക്ഷേമ ഓഫീസർ തസ്തികകളിലേക്കുള്ള നിയമനം PSC മുഖേന നടത്തി വന്നിരുന്നത് സംസ്ഥാന സർക്കാർ നിർത്തലാക്കുന്നത് പിൻവാതിൽ നിയമനം നടത്താനാണെന്ന് അദ്ദേഹം പറഞ്ഞു. കണ്ണൂരിൽ വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയാണ് സർക്കാരിനെതിരെ ആരോപണം ഉന്നയിച്ചത്. കാരണം അവർ പൂർണ്ണ സർവീസ് ചെയ്തു വരുന്നവരാണ്. അവർക്ക് നേരിട്ട് നിയമനം 5 കൊല്ലത്തേക്ക് കോൺട്രാക്ട് നിയമനം ക്ലാസ് 1 ഗസറ്റഡ് ഓഫീസർ തസ്തികയിലേക്ക് കൊടുക്കാൻ ഗവൺമെൻറ് ഓർഡർ ഇറക്കിയിരിക്കുകയാണ്. അത് ഏറ്റവും വിചിത്രമായത്, വിരോധാഭാസം എന്ന് പറയാൻ പറ്റില്ല, ലോകത്ത് എവിടെയില്ലാത്ത 7ാമത്തെ അത്ഭുതം 8ാമത്തെ അത്ഭുതമാണ്. അങ്ങനെയുള്ള അപേക്ഷകരില്ലെങ്കിൽ അവരുടെ ഭാര്യമാർക്കോ അവരുടെ ആശ്രിതർക്കോ മക്കൾക്കോ ഒരു പരീക്ഷയും കടന്നു വരാതെ, ഒരു യോഗ്യതയും മാനദണ്ഡമാക്കാതെ, അവരുടെ മക്കളാണ് അല്ലെങ്കിൽ അവരുടെ ഭാര്യയാണ് എന്നുള്ള ഒറ്റ യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ ക്ലാസ് 1 ഗസറ്റഡ് പോസ്റ്റിലേക്ക് കേരള ഗവൺമെൻറ് നേരിട്ടുള്ള നിയമനം. നിലവിൽ PSC പരീക്ഷയിലൂടെ നിയമനം ലഭിക്കുന്ന ഓഫീസറല്ലാത്ത വിമുക്തഭട ഉദ്യോഗാർത്ഥികൾക്ക് പ്രമോഷൻ വഴിയും ഓഫീസർ റാങ്കിൽ നിന്ന് വിരമിച്ചവർക്ക് 1:1 എന്ന അനുപാതത്തിലായിരുന്നു നിയമനം. എന്നാൽ പുതിയ ഉത്തരവ് ഭരണപ്രതിപക്ഷ നേതാക്കൾ അംഗങ്ങളായുള്ള നിയമസഭാ കമ്മിറ്റി അംഗീകരിച്ചതോടെ ഡയറക്ടർ സ്ഥാനത്തേക്ക് ബ്രിഗേഡിയൻ തതുല്യ റാങ്കുകളിൽ നിന്ന് വിരമിച്ചവരും അസിസ്റ്റന്റ് ഡയറക്ടർ തസ്തികയിലേക്ക് കേണൽ, ലഫ്റ്റനന്റ് കേണൽ റാങ്കുകളിൽ നിന്നും വിരമിച്ചവരെയുമാണ് 5 വർഷത്തേക്ക് കരാറടിസ്ഥാനത്തിൽ നിയമിക്കാൻ പോകുന്നത്. ഈ റാങ്കിലുള്ളവരെ ലഭിച്ചില്ലെങ്കിൽ അവരുടെ ആശ്രിതരെയോ വിധവകളെയോ നിയമിക്കാൻ കഴിയും. ഇത് നിലവിലുള്ള എല്ലാ നിയമങ്ങൾക്കും എതിരെയും ഓഫീസർമാരല്ലാത്ത മുൻ സൈനികർക്ക് ലഭിക്കുന്ന തൊഴിലവസരങ്ങളും പ്രൊമോഷൻ അവസരങ്ങളും നിഷേധിക്കുന്നതുമാണ്. ഇത്തരം പിൻവാതിൽ നിയമനങ്ങൾ പൗരാവകാശ വെല്ലുവിളിയാണെന്നും രാമചന്ദ്രൻ ആരോപിച്ചു. വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന പ്രസിഡന്റ് രാധാകൃഷ്ണൻ മാണിക്കോത്തും പങ്കെടുത്തു. ഗ്രാമിക ന്യൂസ്, കണ്ണൂർ.